നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല നിധി, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഈ വിശപ്പില്ലായ്മയുടെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ CKCയുടെ വരവിൽ ആന്റി നന്നായി പേടിച്ചല്ലേ? അയാൾ എന്നെ കാണുന്നതിൽ എനിക്ക് ഭയമില്ല. കൂടിപ്പോയാ അയാൾ ജന്മം നൽകിയ മകനെ പെറ്റു എന്നുള്ള ദേഷ്യത്തിന് എന്നെ കൊന്നുകളയുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. പലവട്ടം മരണത്തെ മുന്നിൽ കണ്ട എനിക്ക് ഇനിയും അതിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ആന്റി മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അതല്ല നിധി എന്റെ പേടി. അയാൾ എങ്ങനെയെങ്കിലും ഗൗതമാണ് എന്റെ മകനെന്ന സത്യം തിരിച്ചറിയോ എന്ന. അതറിഞ്ഞ അയാളുടെ ഉന്നം ഗൗതമായിരിക്കും. പിന്നെ ഈ 30 വർഷങ്ങൾക്ക് ശേഷവും എന്റെ വയറ്റിൽ അയാൾ സമ്മാനിച്ച കുഞ്ഞിനെ ഞാൻ കൊല്ലാതിരുന്നതിന്റെ പേരിൽ എന്നെയും അവനെയും ഒരുമിച്ച് തീർക്കാൻ ഇറങ്ങിയിരിക്കില്ലേ ആ ദുഷ്ടൻ. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് നിധി, എന്റെ മകനാണ് ഗൗതം എന്ന സത്യം എന്നെ കൊന്നാലും എന്റെ നാവെന്ന് CKC അറിയില്ല. പക്ഷേ ഇപ്പോഴും നടക്കാത്തൊരു മോഹം മനസ്സിൽ ബാക്കിയുണ്ട്. മരണത്തിന് കീഴടങ്ങും മുമ്പ് ഞാനാണ് പെറ്റമ്മയെന്ന സത്യം എന്റെ മോനെ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു മുമ്പേ മരണത്തിനോ CKCക്കോ പിടികൊടുക്കേണ്ടി വരുമെന്നാ എന്റെ പേടി. തൽക്കാലം പേടിക്കണ്ട. രാവിലെ CKC ഇവിടെ വന്നെങ്കിലും ആന്റിയെ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങി പോവില്ലായിരുന്നല്ലോ. ഗൗതം കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. അത് ചോദിക്കാൻ നീ എന്തിനാ പേടിക്കുന്നത്? രണ്ടുപേരും ചേർന്ന് CKCയുടെ പേരൊക്കെ പറയുന്നത് കേട്ടല്ലോ. എന്താ കാര്യം? അത് വേറൊന്നുമല്ല. രാവിലെ CKC വന്നതിനെ കുറിച്ച് പറയുമായിരുന്നു. അതാണോ അമ്മായിമ്മയും മരുമോളും ഇത്ര തീവ്രമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? എന്തു പറ്റി? അമ്മായിമ്മയും മരുമോളെന്ന് പറഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? നിർമ്മലാമ്മ എന്റെ അമ്മയെപ്പോലാണെന്നല്ലേ ഞാൻ പറയാറ്. അപ്പൊ എന്റെ ഭാര്യ നിർമ്മലാമ്മയുടെ ആരാ? മരുമകളല്ലേ? അതെ, മരുമോള് തന്നെയാ. ആ, എന്നാ പിന്നെ അമ്മായിമ്മയും മരുമോളും കൂടെ ഒന്ന് വേഗം താഴോട്ട് വാ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഗൗതം ചെന്നോളൂ, ഞാനിപ്പോ വരാം. ഇനിയും ഗൂഢാലോചന നടത്തി ഇവിടെ നിന്നേക്കരുത് കേട്ടോ. ഗൗതം ആ പറഞ്ഞത് കേട്ട ആന്റിക്ക് സന്തോഷമായില്ലേ? ഇല്ല, സങ്കടമായി. എന്റെ മോൻ ഇപ്പോഴും പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ അമ്മയെ പോലെയാണെന്ന്. അവന്റെ അമ്മ ആരാണെന്ന് അവനറിയില്ല. പക്ഷെ ഞാൻ അവന്റെ അമ്മയായിരിക്കുമെന്ന് ഒരു ചെറിയ സംശയം പോലും അവന്റെ മനസ്സിലില്ല. അങ്ങനെയൊന്ന് സംശയിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലേ നിധി? ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോ മരുമോളുടെ മുഖത്തൊരു വാട്ടമുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. എനിക്കെല്ലാം അറിയാം നിധി. നിർമ്മലാമ്മയ്ക്ക് ഇപ്പോഴും കാണാതായ മകനെ കണ്ടെത്താത്തതിന്റെ സങ്കടമാണല്ലേ? അതുകൊണ്ടായിരിക്കും ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിൽക്കുന്നത്.
നിർമ്മലാമ്മയുടെ സങ്കടം കുറേയൊക്കെ നിന്റെ മുഖത്തേക്കും പടർന്നിട്ടുണ്ട്. നീ വേണം ആ പാവത്തിനെ ആശ്വസിപ്പിക്കാൻ. എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പേ ഏത് വിധേനയും ആ മകനെ കണ്ടെത്തി കൊടുക്കണം, അല്ലേ നിധി? അതെ ഗൗതം. ആ മകൻ വന്ന് ആന്റി അമ്മയെന്ന് വിളിക്കുന്നത് എനിക്കും കാണണം. അതാ എന്റെ ആഗ്രഹം. അത് പോട്ടെ, എന്റെയും കൂടി മൂടുകളല്ലേ. അല്ല, നീ ശിവാനി കാണാൻ പോയിട്ടെന്തായി? എന്തു പറയുന്നു ശിവാനി? അവള് നേർവഴിക്ക് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ഗൗതം. പഴയ അതേ വാശിയും വൈരാഗ്യവും വെറുപ്പിക്കലും അഹങ്കാരവും ഒക്കെയാ ഇപ്പോഴും. സത്യം പറഞ്ഞ ഇപ്പൊ അവളെ തിരികെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഗൗതമിന്റെ ഈ പ്ലാൻ പരാജയപ്പെടുമെന്നാ എനിക്ക് തോന്നുന്നത്. അവള് നന്നാവില്ലെന്നേ. എന്തിനാ ശുഭാപ്തി വിശ്വാസം കൈവിട്ട് കളയുന്നത്? പ്രണവിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന ചിന്തയൊന്നും ശിവാനിക്ക് ഇപ്പൊ ഇല്ലല്ലോ. ആ ചിന്തയില്ലെന്ന് മാത്രമല്ല, താൻ ഇപ്പോഴും പ്രണവിന്റെ ഭാര്യയാണെന്നും ഒരിക്കലും പ്രണവിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും തീർത്ത് പറയുന്നുണ്ട്. മതി, അത്രേ മതി. പക്ഷെ ശിവാനിയെ ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കാൻ അനുവദിക്കരുത്. ഓരോ നിമിഷവും ടെൻഷൻ കയറ്റിക്കൊണ്ടേയിരിക്കണം. പ്രണവും ഐശ്വര്യയും വീണ്ടും കാണുന്നോ എന്ന അന്വേഷണത്തിലായിരിക്കും ഓരോ നിമിഷവും ശിവാനി. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനോ? നീ ഐശ്വര്യയെ പുറത്തെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണണം. എന്നിട്ട് പ്രണവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഒരവസരം ഒരുക്കണം. അതിപ്പോ ഗൗതം തന്നെ വിളിച്ച് ഐശ്വര്യയോട് പറഞ്ഞ പോരെ? നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഐശ്വര്യയെ വിളിച്ചറിയിച്ചോളാം. നീ തന്നെ പോയി ഐശ്വര്യയോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് വേറൊരു ഉദ്ദേശത്തിലാണ്. ഐശ്വര്യം പ്രണവും വീണ്ടും കാണുന്നു എന്ന വിവരം ശിവാനിയും അറിയണം. ഗൗതമിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ശിവാനിയുടെ ഉള്ളിൽ വീണ്ടും തീ കോരിയിടണം, അല്ലേ? യെസ്, അത് തന്നെ. പ്രണവും ഐശ്വര്യം വീണ്ടും കാണുന്നു എന്ന വിവരം എങ്ങനെ ശിവാനി അറിയിക്കാമെന്ന് ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിക്കുക. നീ എന്താ കഴിക്കാൻ വരാത്തെ? കഴിക്കാനൊന്നും മനസ്സ് വരുന്നില്ല. ആ നിധിയൊന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് അമ്മയും കേട്ടതല്ലേ. ആ ഐശ്വര്യയെ കൊണ്ട് പ്രണവിനെ കെട്ടിച്ചേ അടങ്ങുന്നുള്ള വാശിയിലല്ലേ അവള്. അതുകൊണ്ടല്ലേ നിനക്ക് അവള് പണം വാഗ്ദാനം ചെയ്തത്. അത് വാങ്ങിച്ചെടുത്തിരുന്നെങ്കിൽ തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോയേന്. പിന്നെ കാര്യം അറിയ പോരായിരുന്നോ? ആ നിധി വച്ചു നീട്ടാൻ പോകുന്ന പിച്ചക്കാശ് എനിക്കെന്തിനാ? അമ്മ ദേ നോക്ക്. കണ്ടല്ലോ, ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ചോദിച്ചാ മതി, എത്ര വേണമെങ്കിലും ഇനിയും തരും. ആരാ നിനക്ക് ഇത്രയും പണം തന്നത്? നിധിയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നിധി തോറ്റു കാണാൻ മോഹിക്കുന്ന ഒരാൾ.